ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണം പുരസ്തന്യസനധൃതസമസ്തർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണം പുരസ്തന്യസനധൃതസമസ്തർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. 100-ാം ശ്ലോകം, 100-ാം ദശകം 8-ാം ശ്ലോകമാണ് ഇപ്പോ ചൊല്ലിയത്. ഗുരുവായൂരപ്പ, ശരീരത്തിൽ ഹരിചന്ദനം മുതലായവ ചേർത്ത് ഉണ്ടാക്കിയ കുറിക്കൂട്ട് അണിഞ്ഞ് അതിൻ്റെതായ അതിശയിപ്പിക്കുന്ന സുഗന്ധം കൊണ്ട് ലോകങ്ങളെ മുഴുവൻ ആകർഷിക്കുന്ന എൻ്റെ കണ്ണ, നീ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ നിന്റെ വയറ്റിൽ ചുമക്കുന്നു എന്ന് എല്ലാവരും പറയുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നിന്റെ അതിമനോഹരമായ ഒതുങ്ങിയ അരക്കെട്ട് കാണുമ്പോൾ അതിൽ അനേകം കോടി ബ്രഹ്മാണ്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന സത്യം എങ്ങനെ വിശ്വസിക്കും കണ്ണ? അല്ലെങ്കിലും നിന്റെ എല്ലാ കാര്യങ്ങളും അത്ഭുതങ്ങളാണല്ലോ. പിന്നെ നിന്റെ ശരീരം വെളുത്തതല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിന്റെ കറുത്ത ശരീരത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ആ കറുത്ത ശരീരത്തിൽ ഉരുകിയ സ്വർണം പോലെ, അതായത് ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിരിക്കുന്ന ഉരുകിയ സ്വർണം പോലെ മഞ്ഞപ്പട്ട് ശോഭിക്കുന്നത് കാണുന്നു. എന്തൊരു ഭംഗിയാണ് കണ്ണ! പിന്നെ മണികൾ പതിഞ്ഞിരിക്കുന്ന മണികൾ പതിഞ്ഞിരിക്കുന്ന കിങ്ങിണികൾ നിറഞ്ഞ നിന്റെ അരഞ്ഞാൺ, ആ അരഞ്ഞാൺ കൊണ്ട് മഞ്ഞപ്പട്ട് കെട്ടി മുറുക്കി ഉടുത്തിരിക്കുന്നു. ഇത്ര മനോഹരമായ നിന്റെ രൂപത്തെ വർണ്ണിക്കാൻ ഒരിക്കൽ കൂടി പാടാം. 1000 നാവുള്ളോരനന്തരേ നിനക്കാവുമോ ഭഗവാനെ വാഴ്ത്താൻ. ഏതായാലും ചുരുക്കി പറയട്ടെ, ത്വാം ധ്യായാമ, അങ്ങയെ ഞങ്ങൾ ധ്യാനിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി 8-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ തവ ചാരു ഘനമസൃണ രുചൗ എന്ന് പറയണം.
തവ ചാരു ഘനമസൃണ രുചൗ. ഗുരുവായൂരപ്പ, അങ്ങയുടെ അതിമനോഹരവും കനത്ത് മിനുത്ത് ശോഭയുള്ളവയും ആയ. അപ്പൊ തവ ചാരു ഘനമസൃണ രുചൗ എന്ന് പറയുമ്പോൾ അങ്ങയുടെ അതിമനോഹരവും കനത്ത് മിനുത്ത്, ഘനമസൃണ രുചൗ എന്നൊക്കെ പറയുമ്പോൾ കനത്ത് മിനുത്ത് ശോഭയുള്ളവയും എന്നാണ്. അപ്പൊ തവ ചാരു ഘനമസൃണ രുചൗ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ, അങ്ങയുടെ അതിമനോഹരവും കനത്ത് മിനുത്ത് ശോഭയുള്ളവയും. പിന്നെയും പറയണു രമായാഹ ചിത്തചോരൗ. രമായാഹ ചിത്തചോരൗ എന്ന് പറയുമ്പോ സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ മനസ്സിനെ അപഹരിക്കുന്നവയും. രമായാഹ ചിത്തചോരൗ, സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ മനസ്സിനെ അപഹരിക്കുന്നവയും. പിന്നെ പറയണു വിശ്വക്ഷോഭം വിശങ്ക്യ അനിശം ധ്രുവം പീതചേലാവൃതാംഗോ. വിശ്വക്ഷോഭം വിശങ്ക്യ അനിശം ധ്രുവം പീതചേലാവൃതാംഗൗ എന്ന് പറയുമ്പോ സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ മനസ്സിനെ അപഹരിക്കുന്നവയും എന്ന് പറഞ്ഞു. അപ്പോ ലോകത്തിലുള്ള മറ്റ് സ്ത്രീകളുടെ മനസ്സുകളും അപഹരിക്കപ്പെട്ടേക്കുമോ എന്ന് ശങ്കിച്ചിട്ടെന്ന പോലെ എന്ന് പറയാം. ശ്രീ ഭഗവതിയുടെ മനസ്സിനെ അപഹരിക്കുന്നു, അതുപോലെ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളുടെയും മനസ്സിനെ അപഹരിച്ചാലോ എന്ന് ഭയന്നിട്ടാണോ എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് പറഞ്ഞ രമായാഹ ചിത്തചോരൗ, സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ മനസ്സിനെ അപഹരിക്കുന്നവയും. വിശ്വക്ഷോഭം വിശങ്ക്യ, ലോകത്തിലുള്ള മറ്റ് സ്ത്രീകളുടെ മനസ്സുകളും അപഹരിക്കപ്പെട്ടേക്കുമോ എന്ന് ശങ്കിച്ചിട്ട് എന്ന പോലെ. വിശ്വക്ഷോഭം വിശങ്ക്യ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള മറ്റ് സ്ത്രീകളുടെ മനസ്സുകളും അപഹരിക്കപ്പെട്ടേക്കുമോ എന്ന് ശങ്കിച്ചിട്ട് എന്ന പോലെ. അനിശം ധ്രുവം പീതചേലാവൃതാംഗോ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും നിശ്ചയമായും മഞ്ഞപ്പെട്ടുകൊണ്ട് മറച്ചിരിക്കുന്നവയും ആയ. അപ്പോ വിശ്വക്ഷോഭം വിശങ്ക്യ അനിശം ധ്രുവം പീതചേലാവൃതാംഗോ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയുടെ മനസ്സിനെ അപഹരിച്ച പോലെ ലോകത്തിലുള്ള മറ്റ് സ്ത്രീകളുടെ മനസ്സുകളും അപഹരിക്കപ്പെട്ടേക്കുമോ എന്ന് ശങ്കിച്ചിട്ടെന്ന പോലെ. അനിശം ധ്രുവം പീതചേലാവൃതാംഗോ, എല്ലായ്പ്പോഴും നിശ്ചയമായും മഞ്ഞപ്പെട്ടുകൊണ്ട് മറച്ചിരിക്കുന്നവയും ആയ. ഉഭൗ ഊരു, ഗുരുവായൂരപ്പ, അങ്ങയുടെ രണ്ട് തുടകളെയും. ഉഭൗ ഊരു എന്ന് പറയുമ്പോൾ അങ്ങയുടെ രണ്ട് തുടകളെയും. ഇപ്പൊ തുടകളുടെ വിശേഷണങ്ങളാണ് പറഞ്ഞത്. തവ ചാരു ഘനമസൃണ രുചൗ, ഗുരുവായൂരപ്പ, അങ്ങയുടെ അതിമനോഹരവും കനത്ത് മിനുത്ത് ശോഭയുള്ളവയും. പിന്നെ രമായാഹ ചിത്തചോരൗ, ലക്ഷ്മി ദേവിയുടെ മനസ്സിനെ അപഹരിക്കുന്നവയും. വിശ്വക്ഷോഭം വിശങ്ക്യ അനിശം ധ്രുവം പീതചേലാവൃതാംഗൗ എന്നാണ്. അതായത് ലോകത്തിലുള്ള മറ്റു സ്ത്രീകളുടെ മനസ്സുകളെയും അപഹരിക്കുമോ, അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ മനസ്സുകളും അപഹരിക്കപ്പെട്ടേക്കുമോ എന്ന് ശങ്കിച്ചിട്ടെന്ന പോലെ.
അനിശം ധ്രുവം പീതചേലാവൃതാംഗൗ എല്ലായ്പ്പോഴും നിശ്ചയമായും മഞ്ഞപ്പെട്ടുകൊണ്ട് മറച്ചിരിക്കുന്നവയും ആയ ഗുരുവായൂരപ്പ ഉഭൗ ഊരു അങ്ങയുടെ 2 തുടകളെയും. പിന്നെ ആനമ്രാണാം പുരസ്താദ് ന്യസനധൃത സമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം എന്ന് പറയുന്നു. ആനമ്രാണാം പുരസ്താദ് ന്യസനധൃത സമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം എന്നാണ്. ന്യസനധൃത സമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം എന്നൊക്കെ പറയുമ്പോൾ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന 4 പുരുഷാർത്ഥങ്ങൾ ഇട്ട് സൂക്ഷിക്കുന്ന മണിച്ചെപ്പുകൾ പോലെയുള്ള എന്നാണ്. ആനമ്രാണാം പുരസ്താർ എന്ന് പറയുമ്പോൾ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ. ന്യസനധൃത സമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം എന്ന് പറയുമ്പോൾ വെച്ചിരിക്കുന്ന 4 പുരുഷാർത്ഥങ്ങൾ ഇട്ട് സൂക്ഷിച്ചിരിക്കുന്ന മണിച്ചെപ്പുകൾ പോലെയുള്ള ജാനുദ്വയം ച 2 കാൽമുട്ടുകളെയും എന്നാണ്. ജാനുദ്വയം ച എന്ന് പറയുമ്പോൾ 2 കാൽമുട്ടുകളെയും എന്നാണ്. അപ്പോ ആനമ്രാണാം പുരസ്താജ്ഞസനധൃത സമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം നമസ്കരിക്കുന്നവർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന 4 പുരുഷാർത്ഥങ്ങൾ ഇട്ട് സൂക്ഷിച്ചിരിക്കുന്ന മണിച്ചെപ്പുകൾ പോലെയുള്ള ജാനുദ്വയം ച ഗുരുവായൂരപ്പ അങ്ങയുടെ 2 കാൽമുട്ടുകളെയും. പിന്നെ പറയണു ക്രമപൃഥുല മനോജ്ഞേ ജംഘേച്ച നിഷേവേ ആണ്. ക്രമപൃഥുല മനോജ്ഞേ ജംഘേച്ച നിഷേവേ എന്ന് പറയുമ്പോൾ മേൽപോട്ട് ക്രമേണ തടിച്ച് മനോഹരങ്ങളായ എന്നാണ്. ക്രമപൃഥുല മനോജ്ഞേ എന്നൊക്കെ പറയുമ്പോൾ മേൽപോട്ട് ക്രമേണ തടിച്ച് മനോഹരങ്ങളായ ജംഘേച്ച നിഷേവേ എന്നാണ്. ഗുരുവായൂരപ്പ അങ്ങയുടെ മുഴങ്കാലുകളെയും ഞാൻ ഭജിക്കുന്നു. ജംഘേച്ച നിഷേവേ എന്ന് പറയുമ്പോൾ മുഴങ്കാലുകളെയും ഞാൻ ഭജിക്കുന്നു. മുഴങ്കാലുകളുടെ വിശേഷണമാണ് ക്രമപൃഥുല മനോജ്ഞേ ജംഘേച്ച നിഷേവേ എന്ന് പറയുമ്പോൾ മേൽപോട്ട് ക്രമേണ തടിച്ച് മനോഹരങ്ങളായ ഗുരുവായൂരപ്പ അങ്ങയുടെ മുഴങ്കാലുകളെയും ഞാൻ ഭജിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ തവ ചാരു ഘനമസൃണരുചൗ ഗുരുവായൂരപ്പ അങ്ങയുടെ അതിമനോഹരവും കനത്ത് മിനുത്ത് ശോഭയുള്ളവയും. ഘനമസൃണരുചൗ കനത്ത് മിനുത്ത് ശോഭയുള്ളവയും രമായാഹ ചിത്തചോരൗ ലക്ഷ്മി ദേവിയുടെ സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ മനസ്സിനെ അപഹരിക്കുന്നവയും വിശ്വക്ഷോഭം വിശങ്ക്യ അനിശം ധ്രുവം പീതചേലാവൃതാംഗൗ ലക്ഷ്മി ദേവിയുടെ മനസ്സിനെ അപഹരിക്കുന്ന പോലെ ലോകത്തിലുള്ള മറ്റ് സ്ത്രീകളുടെ മനസ്സുകളും അപഹരിക്കപ്പെട്ടേക്കുമോ എന്ന് ശങ്കിച്ചിട്ടെന്ന പോലെ എന്നൊക്കെയാണ് പറയുന്നത്. വിശ്വക്ഷോഭം വിശങ്ക്യ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയുടെ മനസ്സിനെ അപഹരിക്കുന്നത് പോലെ ലോകത്തിലുള്ള മറ്റ് സ്ത്രീകളുടെ മനസ്സുകളും അപഹരിക്കപ്പെട്ടേക്കുമോ എന്ന് ശങ്കിച്ചിട്ടെന്ന പോലെ അനിശം ധ്രുവം പീതചേലാവൃതാംഗൗ ആണ്. എല്ലായ്പ്പോഴും നിശ്ചയമായും മഞ്ഞപ്പെട്ടുകൊണ്ട് മറച്ചിരിക്കുന്നവയും ആയ ഉഭൗ ഊരു ഗുരുവായൂരപ്പ അങ്ങയുടെ 2 തുടകളെയും. അപ്പോ രമായാഹ ചിത്തചോരൗ
വിശ്വക്ഷോഭം വിശങ്ക്യ അനിശം ധ്രുവം പീതചേലാവൃതാംഗം എന്നൊക്കെ പറയുമ്പോൾ സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ മനസ്സിനെ അപഹരിക്കുന്നവയും ദേവിയുടെ മനസ്സിനെ അപഹരിക്കുന്ന പോലെ വിശ്വക്ഷോഭം വിശങ്ക്യ ലോകത്തിലുള്ള മറ്റ് സ്ത്രീകളുടെ മനസ്സുകളും അപഹരിക്കപ്പെട്ടേക്കുമോ എന്ന് ഭയന്ന് അനിശം ധ്രുവം പീതചേലാവൃതാംഗോ എല്ലായ്പ്പോഴും നിശ്ചയമായും മഞ്ഞപ്പട്ടുകൊണ്ട് മറച്ചിരിക്കുന്നവയും ആയ ഗുരുവായൂരപ്പ അവിടുത്തെ ഉഭൗ ഊരു 2 തുടകളെയും പിന്നെ ആനമ്രാണാം പുരസ്താദ് ന്യസനധൃത സമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ ആനമ്രാണാം പുരസ്താദ് നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ ആനമ്രാണാം പുരസ്താദ് ന്യസനധൃത സമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം എന്ന് പറയുമ്പോൾ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന 4 പുരുഷാർത്ഥങ്ങൾ ഇട്ട് സൂക്ഷിക്കുന്ന മണിച്ചെപ്പുകൾ പോലെയുള്ള എന്നൊക്കെയാണ്. നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ വെക്കാനായി, അതായത് നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ വെക്കാനായി ധർമാർത്ഥ കാമ മോക്ഷാദികൾ, അതായത് 4 പുരുഷാർത്ഥങ്ങൾ ഇട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 2 മണിച്ചെപ്പുകൾ പോലെയുള്ള കാൽമുട്ടുകളെയും എന്നാണ് പറയുന്നത്. അപ്പോ ആനമ്രാണാം പുരസ്താദ് ന്യസനധൃത സമസ്താർത്ഥ പാളി സമുദ്ഗച്ഛായ എന്ന് പറയുമ്പോൾ നമസ്കരിക്കുന്നവർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന 4 പുരുഷാർത്ഥങ്ങൾ ഇട്ട് സൂക്ഷിച്ചിരിക്കുന്ന മണിച്ചെപ്പുകൾ പോലെയുള്ള ജാനുദ്വയം 2 കാൽമുട്ടുകളെയും, അതായത് നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ വെക്കാനായി ധർമാർത്ഥ കാമ മോക്ഷാദികൾ, അതായത് 4 പുരുഷാർത്ഥങ്ങൾ ഇട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 2 മണിച്ചെപ്പുകൾ പോലെയുള്ള ഗുരുവായൂരപ്പ അങ്ങയുടെ 2 കാൽമുട്ടുകളെയും പിന്നെ ക്രമപൃഥുല മനോജ്ഞേ ജംഘേ ച നിഷേവേ, ക്രമപൃഥുല മനോജ്ഞേ ജംഘേ ച നിഷേവേ എന്ന് പറയുമ്പോൾ മേൽപോട്ട് ക്രമേണ തടിച്ച് മനോഹരങ്ങളായ മുഴങ്കാലുകളെയും ഞാൻ ഭജിക്കുന്നു. ക്രമപൃഥുല മനോജ്ഞേ ജംഘേ ച നിഷേവേ എന്ന് പറയുമ്പോൾ മേൽപോട്ട് ക്രമേണ തടിച്ച് മനോഹരങ്ങളായ ഗുരുവായൂരപ്പ അവിടുത്തെ മുഴങ്കാലുകളെയും ഞാൻ ഭജിക്കുന്നു.